2022 നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് PFI. 2047 ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഓരോ സ്ഥലത്ത് നിന്നും യോഗങ്ങളൊക്കെ കൂടി ആയുധ പരിശീലനമൊക്കെ നടത്തി അവലും മലരും കുന്തിരിക്കും അത് അവരതല്ലേ നടത്തി. ഞങ്ങളിപ്പോൾ ഇന്ത്യയെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധരെയും പാഴ്സരെയും ജൈനമതത്തെ ഒക്കെ ഓടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായി പാകിസ്ഥാനെ പോലെ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി. മുസ്ലിമിൻ്റെ പ്രധാനമന്ത്രി, മുസ്ലിമിൻ്റെ മുഖ്യമന്ത്രിമാർ, എല്ലാ മേഖലയിലും മുസ്ലിമിൻ്റെ സ്വാധീനം, ശരീഅത്ത് നിയമം നടപ്പിലാക്കും. ഇതൊക്കെയായിരുന്നു PFIയുടെ പ്ലാനിംഗ് തന്ത്രങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുക. പക്ഷേ തുടക്കത്തിലെ അടപടലം 3G ആയി എന്ന് തന്നെ പറയണം. കേന്ദ്ര സർക്കാർ വന്നു, പൂട്ടിക്കെട്ടി, അടുപ്പിൽ വെച്ചു. റൌഫൊക്കെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിരുന്ന റൌഫൊക്കെ തീഹാർ ജയിലിൻ്റെ അഴികൾ എണ്ണി വീണ്ടും എണ്ണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പച്ച വെളിച്ചം ഇനി ഓണാവാനുള്ള സാധ്യതയില്ല. NIA അത് ഓഫാക്കി. എങ്കിലും ഇനി ഈ വഖഫിൻ്റെ ഒക്കെ ഈ ഒരു കൈകടത്തലൊക്കെ വരുമ്പോൾ എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ എന്തൊക്കെയോ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇത്തരത്തിൽ പേരൊക്കെ മാറ്റി കേരളത്തിൽ വീണ്ടും ആധിപത്യം സ്ഥാപിക്കാൻ ഇവരൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം PFI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, NDF എന്ന് പറയുന്നതാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത്. അതായത് NDFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നായിരുന്നു NDFൻ്റെ ഫുൾ ഫോം. യഥാർത്ഥത്തിൽ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ല NDF. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ NDF എന്ന് പറയുന്നത്. അതായത് നാദാപുരത്ത് ആ സമയം വടകര നാദാപുരം പ്രദേശങ്ങളിൽ കലാപം നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം കലാപം നടക്കുകയും അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ വരികയും ഒക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവർ രൂപീകരിച്ച ഒരു സംഘടനയാണ് NDF. അതായത് മുസ്ലിം മതവിഭാഗത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സുഡാപ്പികൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. ഇവർ തുടങ്ങിയത് തന്നെ നായകളെ വെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. അതായത് കോഴിക്കോടൻ പ്രദേശങ്ങളിലെ ഉൾഗ്രാമങ്ങളിലും കണ്ണൂർ ഭാഗത്തെ ചില പ്രദേശങ്ങളിലുമൊക്കെയുള്ള രാവിലെ നടക്കാൻ പോകുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്, പുരുഷന്മാരൊക്കെ ഉണ്ട്. അവർ നടക്കാനൊക്കെ പോകുമ്പോൾ കാണുന്നത് ഈ പട്ടികളുടെ മേലെ വലിയ രീതിയിൽ വെട്ട് വീണിട്ട് ആ വെട്ടുകൊണ്ട് പുഴുവരിച്ച് വ്രണപ്പെട്ട് നടക്കുന്ന പട്ടികളെ കാണുകയാണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നീട് വ്യക്തമായ ഒരു അന്വേഷണം നടന്ന സമയത്താണ് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാകുന്നത്. അതായത് PFI അഥവാ NDF എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ രൂപം മനുഷ്യന്മാരെ വെട്ടിപ്പടിക്കാൻ വേണ്ടി ആ ചോര തെറിക്കുമ്പോൾ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവർ നായയെ വെട്ടി ആ ബ്ലഡ് ചീറ്റിച്ച് പഠിക്കുകയായിരുന്നു. ഇതാണ് ആദ്യം സംഭവിച്ചത്. പിന്നീട് അവൻ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് മാറി നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നും അതിനുശേഷം അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്കും മാറി. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചനകൾ, വലിയ രീതിയിലുള്ള കുത്തിവെക്കലുകൾ, വിഷം ചീറ്റലുകൾ, ദളിത് വൽക്കരണം, ദളിത് പ്രേമം, അതായത് ഹിന്ദുക്കളെ ദളിതരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അവർ ആദ്യം. ഈ ജാതി വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ ഹിന്ദുക്കൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. നിങ്ങളിങ്ങനെ ജാതിയല്ലേ, ബ്രാഹ്മണ മേധാവിത്വം, തേങ്ങാ കൊല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തുടങ്ങി. അതിനുശേഷം ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ്യത്വം നമ്മൾ അംഗീകരിക്കുന്നില്ല, അതിനൊക്കെ നടപടികൾ വേറെ വേണം, അതല്ല ഞാൻ പറയുന്നത്. ഈ ബ്രാഹ്മണ്യത്തെ എന്ന് വെച്ചാൽ സവർണ മനോഭാവത്തെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കുറേ ആളുകളെ ഉണ്ടാക്കി അതിൽ കുറേ ഇടതുപക്ഷ പ്രവർത്തകർ വീണു. ഇത്തരത്തിൽ ഒരു നയങ്ങളാണ് അവർ നടപ്പിലാക്കിയത്. ഇതിനെല്ലാം മലപ്പുറത്തെ സത്യസരണി എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് മതം മാറ്റൽ പ്രവർത്തനങ്ങളുണ്ടായി. നമുക്കറിയാം, പല ആളുകളുടെ പേരുകൾ എടുത്ത് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കല്യാണം കഴിച്ചിട്ട് പ്രേമമാണ് എന്ന് കരുതി സുപ്രീം കോടതി പോലും അനുവദിച്ചു കൊടുത്ത കേസുകളിൽ പിന്നീട് സംഭവിച്ചത് എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ പിന്നീട് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം NIA പല രൂപത്തിൽ വന്ന് ഈ ഇറച്ചി വെട്ടുകാരുടെ രൂപത്തിൽ, അലക്കുകാരുടെ രൂപത്തിൽ, തോട്ടം നനയ്ക്കുന്ന ആളുകളുടെ രൂപത്തിൽ എല്ലാ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള, കോഴിക്കോട് ഉൾപ്പെടെയുള്ള, മലപ്പുറം ഉൾപ്പെടെയുള്ള പല ഭാഗത്തും NIA ജോലി ചെയ്തു. ഒരു ദിവസം ഈ തോട്ടക്കാരനും ജോലിക്കാരും എല്ലാം കൂടി ഓഫീസേഴ്സായി കയറി വന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇവർ ഈ സംഭവം അറിയുന്നത്. സത്യസരണിയിലേക്കൊന്നും പോലീസിന് അടുക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് NIA കയറി നിരങ്ങി സത്യസരണി അടക്കം അടച്ചു പൂട്ടുന്നത്. ഇപ്പോൾ അതൊക്കെ ആ സ്ഥലങ്ങളെല്ലാം ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മൊത്തം ഫണ്ടുകൾ ബ്ലോക്കാക്കി, വിദേശ ഫണ്ടുകൾ ബ്ലോക്കാക്കി.
അവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു വേറെ പ്രശ്നം വെച്ചാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ, നിങ്ങളെ ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള വെല്ലുവിളി പ്രസംഗങ്ങൾ നടത്തി ഒരു ചെറിയ കുഞ്ഞിൻ്റെ തലയിലേക്ക് തലച്ചോറിലേക്ക് ഇവർ എഴുതി വെച്ച് കൊടുത്ത അല്ലെങ്കിൽ ഇവർ വെച്ച് കൊടുത്ത ഒരു എന്തായിരുന്നു ഒരു വിഷം ചീറ്റലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. തീവ്രവാദത്തിൻ്റെ അങ്ങേയറ്റത്തെ നിലപാട് ഇവർ കുഞ്ഞു മനസ്സുകളിലേക്ക് വെച്ചു കൊടുത്തു. ആ കുഞ്ഞാണ് വിളിച്ചു പറഞ്ഞത് അവിലും മലരും കുന്തിരിക്കവും നിങ്ങൾ കരുതി വെച്ചോളൂ, ഞങ്ങളിതാ വരികയാണ്, ഇസ്ലാമിക രാഷ്ട്രം ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ വേണ്ടി എന്നുള്ളത്. അതൊക്കെ കേന്ദ്രം പൊളിച്ചു. നമ്മളൊക്കെ സമാധാനം എന്ന് വിചാരിച്ചു. റൌഫിനെ പോലീസ് തിഹാർ ജയിലിൽ ഉണ്ടെന്നുകയാണ് ഇവരൊക്കെ. എന്നിട്ട് ഈ തിഹാർ ജയിലിൽ നിന്ന് റൌഫ് പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല, സത്യാവസ്ഥ അറിയില്ല. പക്ഷേ ഇനി ഞാൻ നിന്നെ ചോദിച്ച വിഷയത്തിലേക്ക് ഇത് ഞാൻ പറഞ്ഞത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിൽ ഇവരുടെ നിരോധനത്തെ തുടർന്ന് നമ്മളൊക്കെ കരുതിയത് ഇത് അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത് അവസാനിച്ചിട്ടില്ല. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഒരു പറ്റം ആളുകളെയൊക്കെ പൂട്ടി ഇതിൻ്റെ മെയിൻ നേതാക്കന്മാരെയൊക്കെ അകത്താക്കി ഫണ്ട് വരുന്നതൊക്കെ നിർത്തിയപ്പോൾ അവിലും മലരും കുന്തിരിക്കവും പറഞ്ഞ് 2048 അവരുടെ രാജ്യം വരുമെന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് അതെല്ലാം പൊളിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഒഴിവാക്കിയിട്ടും ഈ പോപ്പുലർ ഫ്രണ്ടിനുള്ള ആയിരക്കണക്കിന് അണികൾ, ഈ ആയിരക്കണക്കിന് അണികളെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. നേതാക്കന്മാരെ അണികളൊക്കെ എവിടെ പോയി? നിരോധനം വന്നു, ഇവരെയൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇവരൊക്കെ പിന്നെ എങ്ങോട്ടാണ് പോയത്? ഒരു യൂണിറ്റി മാർച്ച് എന്ന് പറഞ്ഞൊരു മാർച്ച് നടത്തുമായിരുന്നു ഇവര്. വളരെയധികം ആളുകളൊക്കെ നടന്നുകൊണ്ടുള്ള ഒരു മാർച്ചായിരുന്നു അത്. പിന്നെ അയോധ്യ മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ ഈ ബാബറിയെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ വരും. കടപ്പുറത്തൊക്കെ ഇവർ നടത്തുന്ന സമ്മേളനങ്ങളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഞാനതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ പോയിരുന്നു ആലപ്പുഴയിലെ കടപ്പുറത്ത് ഇവരുടെ മഹാസമ്മേളനത്തിൽ. എന്തുമാത്രം ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. അതെ, ഇത് എന്താണ്, ഇത് റെഡിക്ക് വലിയൊരു ഇത്തരത്തിൽ പിന്നിൽ ആളുകൾ, അതെ, വലിയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, ഇതിൻ്റെ മെയിൻ കേന്ദ്രങ്ങളെ മുഴുവൻ കേന്ദ്രം പൂട്ടി. പക്ഷേ തീവ്രവാദ മനോഭാവം ഉള്ളിൽ വെച്ചിട്ടുള്ള അണികൾ, 10,000-കണക്കിന് വരുന്ന അണികൾ എങ്ങോട്ട് പോയി എന്നുള്ള ചർച്ച വരുന്ന സമയത്ത് CPM-ലേക്ക് ചേക്കേറി, കോൺഗ്രസിലേക്ക് ചേക്കേറി, മുസ്ലിം ലീഗിലേക്ക് ചേക്കേറി, എന്തിന് BJP-യിലേക്ക് വരെ നുഴഞ്ഞു കയറി എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. BJP-യിലേക്ക് വരെ നുഴഞ്ഞു കയറി. ഇവർക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ടെന്നേ. ഇവർ ഒരു നേതാവോ ഒരു പറ്റം സംഘടനയോ അവരുടെ സംഘടനാ സംവിധാനമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഓരോ മനുഷ്യനും നേതാവാകുന്ന കാലഘട്ടമുണ്ട്. അതായത് ഓരോ മനുഷ്യനും അവൻ്റെ ആ ഒരു ഇത് നടപ്പിലാക്കാൻ വേണ്ടി, ശരീഅത്ത് നടപ്പിലാക്കാൻ വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നത് ചെയ്യും എന്ന് പറയുന്ന ആളുകൾ ഇവിടെയുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പലതിലേക്ക് നുഴഞ്ഞു കയറി CPM-ന്റെ പല കാര്യങ്ങളിലും ഈ എന്താണ് സുഡാപ്പികൾ കീഴടക്കി എന്ന് പറയുന്ന ഒരു ആരോപണം പലപ്പോഴായിട്ട് വരുന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. അപ്പം ആ രീതിയിൽ പല രാഷ്ട്രീയ സംഘടനകളിലും ഇവർ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഹൈജാക്ക് ചെയ്യുകയാണ്. തിരിച്ച് ഇങ്ങോട്ട് വരാം. ഇവർക്ക് വേറൊരു രാഷ്ട്രീയ സംഘടനയുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തിക്കാൻ പറ്റുന്ന മറ്റ് രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് SDPI ആണ്. SDPI ഒരു സുഡാപ്പി പാർട്ടിയാണ്. SDPI ആണല്ലോ നമ്മൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത്. ഈ സുഡാപ്പി SDPI-യിലേക്ക് ആളുകൾ മാറി. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയുണ്ട്, ജമാഅത്തിന്റെ പാർട്ടി. ഈ വെൽഫെയർ പാർട്ടിയിലേക്ക് ആളുകൾ മാറി. ഇതിലൊക്കെ ഒരു ഹിന്ദു പേരുള്ള ആളെ മുൻപിൽ പ്രതിഷ്ഠിക്കും. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ആയിട്ടുള്ള തുളസീധരൻ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു ഹിന്ദു നാമധാരിയാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, തുളസീധരൻ പള്ളിക്കൽ, ഇതൊരു വലിയ ഹിന്ദു മതേതരത്വ പാർട്ടിയാണോ? വെൽഫെയർ പാർട്ടിയെ നമ്മൾ അങ്ങനെ കാണാറില്ല പലപ്പോഴും. പക്ഷേ വെൽഫെയർ പാർട്ടിയൊക്കെ കൊണ്ടുവെക്കുന്ന രാഷ്ട്രീയം, അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളൊക്കെ എത്രമാത്രം അപകടകരമാണെന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഇവിടെ. ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്നുള്ളതും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ കണ്ണിങ് ആയി ഇവർ പ്രവർത്തിക്കുന്നു. വന്ന് കമൻറ്റുകളിൽ പ്രവർത്തിക്കുന്നു. ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന ആളുകൾക്ക് പകരം ജയ് ശ്രീറാം എന്ന് ഒരു സംഖ്യ വിളിക്കുന്നു, ജയ് ശ്രീറാം എന്ന് ഒരു ഹിന്ദു വിളിക്കുന്നു, ജയ് ശ്രീറാം എന്ന് ഒരു വിശ്വാസിയും വിളിക്കുന്നുണ്ട്. സംഖ്യ മാത്രമല്ലോ വിളിക്കുന്നത്. ആ ജയ് ശ്രീറാമിനെ ഒരു വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ശ്രീറാമിന് പകരം വേറെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന രീതി ഇവർ തുടരുന്നുണ്ട്. ഹിന്ദു ആചാരമായി ബന്ധപ്പെട്ട, ഹിന്ദു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾക്ക് താഴെ വന്ന് കമൻറ്റുകളും അസഭ്യങ്ങളും പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ട്. ഈ മുസ്ലിം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പർദ്ദയില്ലാതെ അവരുടെ ചോയ്സ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ മദ്രസ പീഡനങ്ങളിൽ ഒന്നും പ്രതികരിക്കാത്ത ആളുകൾ വന്നിട്ട് കുലസ്ത്രീയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു ആ പേരുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മീഡിയ വൺ എന്ന് പറയുന്ന ഒരു മാധ്യമം, അതെ, അതിൽ അടുപ്പ് കൂട്ടി ചർച്ച സഹായിക്കുന്നത് ഇത്തരം സുഡാപ്പിസത്തെയാണ്. ഇതിന്റെയൊക്കെ ഇപ്പം മീഡിയ വൺ 6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സബ്സ്ക്രൈബേഴ്സ് ഭൂരിഭാഗവും സുഡാപ്പികളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഡാപ്പിസം എന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതൊരു മനുഷ്യന്റെ വൈകൃതമാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കുത്തിവെച്ചിട്ടുള്ള മതനിയമം നടപ്പിലാക്കാനുള്ള, ആ മതത്തിന് വേണ്ടി, അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള, സ്വർഗം കിട്ടാനുള്ള, സ്വർഗത്തിലെ ഹൂറികളെ കിട്ടാനുള്ള, സ്വർഗത്തിലെ മദ്യപ്പുഴയിൽ കുളിക്കാനുള്ള, സ്വർഗത്തിലെ ആപ്പിൾ മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ പറിച്ചാൽ വീണ്ടും ആപ്പിൾ പൊന്തി വരുന്ന സുന്ദരമായ ഏറ്റവും സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെയുള്ള മറ്റു സഹോദര തുല്യനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള തൻ്റെ റോഡിൽ വീണ് കിടന്നപ്പോൾ എടുത്തു കൊണ്ടുപോയി രക്തം തന്നവനെ കൊല്ലാക്കൊല ചെയ്യാനുള്ള മനസ്സുമായി ജീവിക്കുന്ന സുഡാപ്പികളുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം സഹോദരന്മാരെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. വെള്ളം തരുന്ന, അന്നം തരുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന, ഒരുപാട് സഹായങ്ങൾ നൽകുന്ന, നമ്മളെ അത്രയും അടുത്ത് നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പച്ച വെളിച്ചവും ആക്റ്റീവാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.